ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ വചനങ്ങൾ എന്നിൽ കൂടി കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ സഹോദരങ്ങളെ എൻ്റെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു വേദഭാഗം 116 സങ്കീർത്തനം. അതിൻ്റെ 12 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും. സഹോദരങ്ങളെ, ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഓരോ ദിനവും ദൈവം നമ്മളെ എത്ര സമൃദ്ധിയായിട്ടാണ് ദൈവം നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ദൈവം എത്രമാത്രം നമ്മളെ അനുഗ്രഹിക്കുന്നു, ദൈവം നമ്മെ സ്നേഹിക്കുന്നു, എന്തുമാത്രം ഉപകാരങ്ങൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്നു. നമുക്കറിയാം, നാം രാവിലെ വാഹനവുമായി ജോലിക്കായി കടന്നു പോകുന്നു. കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ തന്നെ ദൈവം നമ്മളെ സൂക്ഷിച്ച് വീണ്ടും നമ്മുടെ കുടുംബത്തിൽ കൊണ്ടുവന്ന് സന്തോഷിപ്പാൻ ദൈവം നമ്മളെ ഇടയാക്കുന്നു. ഞാൻ രാവിലെ ജോലിക്കായി കടന്നു പോകുമ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഓരോ ഇലക്ട്രിക് പോസ്റ്റുകളിലും ഓരോ ആൾക്കാരുടെ ഫോട്ടോ വെച്ചിട്ട് ആദരാഞ്ജലികളെന്ന് അതിൽ പറഞ്ഞിരിക്കുന്നു. അപ്പോഴൊന്ന് ചിന്തിച്ച് നോക്കണം, ദൈവം വീണ്ടും വീണ്ടും നമുക്ക് ദീർഘായുസ്സും ബലവും ദൈവം നമുക്ക് നൽകുന്നു. എന്തിനു വേണ്ടിയാണ്? ദൈവത്തിന് വേണ്ടി ഇനിയും ചിലത് ചെയ്യാനുണ്ടായിരിക്കാം. ഇനിയും ദൈവത്തിന് ഇഷ്ടമുള്ള പല കാര്യങ്ങളും ദൈവത്തിന് ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെയ്തെടുക്കാനുണ്ടായിരിക്കാം. അതുകൊണ്ടാണ് ദൈവം നമുക്ക് ആയുസ്സും ബലവും ആരോഗ്യവും ദൈവം നമുക്ക് ദിനംതോറും നൽകി ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത്. ഒന്ന് പുറകോട്ട് ചിന്തിക്കുകയാണെങ്കിൽ നാം എത്രമാത്രം പാപത്തിൻ്റെ ചിന്തകളും പാപത്തിൻ്റെ പ്രവൃത്തികളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. നീതിമാൻ ആരുമില്ല, ഒരുത്തനും പോലും ഇല്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ആ നീതിമാന്മാരല്ലാത്ത നമ്മളെ എന്തിനു വേണ്ടിയാണ് ദൈവം എത്രത്തോളം സ്നേഹിക്കുന്നത്? ദൈവം നമ്മളെ എത്രമാത്രം ഉപകാരങ്ങൾ നമുക്ക് ചെയ്യുന്നു. നമ്മുടെ പദവിയല്ല, നമ്മുടെ വിദ്യാഭ്യാസമല്ല, നമ്മുടെ യോഗ്യതയല്ല, ദൈവം നമ്മളെ ഹൃദയത്തെ കാണുന്നു. ലംഘനം ക്ഷമിച്ചും പാപം മറിച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെ ആത്മാവിൽ കപടമില്ലാതെ ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ആത്മാവിൽ ഒരിക്കലും കപടം ദൈവം ആഗ്രഹിക്കുന്നില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയാണെങ്കിൽ കപടങ്ങളും കള്ളത്തരങ്ങളും മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും ദൈവം നമ്മളെ സ്നേഹിച്ചു. ദൈവം നമുക്ക് ചെയ്ത ഉപകാരങ്ങൾക്ക് നാം എന്ത് പകരം കൊടുക്കും? ഒന്ന് ചിന്തിച്ചു നോക്കണം സഹോദരങ്ങളെ. എത്രമാത്രം ബലഹീനതകളും കുറവശവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി. എന്നിട്ടും ദൈവം നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നു. എന്തിനാണ്? വീണ്ടും ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ. ഇനിയുള്ള നാളുകളിൽ ദൈവത്തിന് വേണ്ടി ചിലതൊക്കെ ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വചനം, നാം ദൈവത്തിന് എന്ത് കൊടുക്കാൻ സാധിക്കും? നമ്മുടെ നല്ലത് എന്ത് അംശമാണോ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. മോശമായതൊന്നും ദൈവം ഏറ്റെടുക്കുന്നില്ല. നമുക്കറിയാം, ദൈവം ഓരോന്ന് സൃഷ്ടിക്കുമ്പോഴും ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം പറയുന്നു, നല്ലതെന്ന് ദൈവം കണ്ടു, നല്ലതെന്ന് ദൈവം കണ്ടു. ഓരോ സൃഷ്ടിയിലും ദൈവം പറയുകയാണ്, നല്ലതെന്ന് ദൈവം കണ്ടു. ദൈവം നമ്മളിൽ നോക്കിയിട്ട് നല്ലതായിട്ട് ദൈവത്തെ എന്തെങ്കിലും കാണാൻ സാധിക്കുമോ? ഒന്നുമില്ലെങ്കിലും ദൈവം നമ്മളെ എത്രത്തോളം സ്നേഹിക്കുന്നു. ദൈവത്തിൻ്റെ വചനം പറയുന്ന പോലെ, യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും. നമ്മളിൽ എന്ത് നല്ല അംശമുള്ളത് അത് ദൈവം ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, കയീനും ഹാബേലും ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. അവിടെ ഹാബേൽ നല്ല അംശത്തെ ദൈവത്തിന് യാഗമായി കൊടുക്കുവാൻ നൽകി, ദൈവത്തിന് പ്രസാദമുള്ള ഒരു വഴിപാട് കൊണ്ടുവന്ന് കൊടുത്തു. അതുപോലെ നമ്മിൽ എന്താണ് പ്രാർത്ഥനയായാലും അത് നല്ല പ്രാർത്ഥനയായിരിക്കണം, അത് കപട പ്രാർത്ഥനയായിരിക്കരുത്. ദൈവം നല്ല അംശം മാത്രം തിരഞ്ഞെടുക്കുന്ന ഒരു നമ്മുടെ ദൈവമാണ്. നമ്മൾ എല്ലാം നല്ലതായി കാണണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഒരു പ്രാർത്ഥനയായാലും അത് നല്ല ഒരു പ്രാർത്ഥനയായിരിക്കും. മറ്റുള്ളവനെ ദ്രോഹിക്കാതെ, അവനെപ്പറ്റി കുറ്റം പറയാതെ, ഇവനെ കുറ്റം പറയാതെ നല്ലൊരു പ്രാർത്ഥന, ദൈവത്തിന് പ്രസാദമുള്ള പ്രാർത്ഥനയായിരിക്കും. നാം ഒരു പാട്ട് പാടിയാലും, ഒരു കർത്താവിൻ്റെ ഒരു പാട്ട് പാടിയാലും ആ പാട്ടിൽ ദൈവം പ്രസാദിക്കണം. നമ്മൾ ഒരു പ്രവൃത്തി ചെയ്താലും ഒരു ജോലി ചെയ്താലും ആ ജോലിയിൽ നീതിയായിട്ടുള്ള കാര്യങ്ങളെ ദൈവം ആഗ്രഹിക്കുക. മറ്റുള്ളവർ കാണാതെ പലപ്പോഴും നമ്മുടെ ജോലി നമ്മൾ പലപ്പോഴും പല കള്ളത്തനം ചെയ്യുമായിരിക്കാം. ദൈവം അത് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ജോലി, ദൈവം നമ്മളെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ അത് വ്യക്തമായിട്ടും ഭംഗിയായിട്ടും ചെയ്യണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അല്ലാതെ നമ്മളെയൊന്നും പണമോ
പ്രതാപം ഒന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇന്ന് ദൈവത്തെ വച്ച് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരെയാണ് അധികമായി കാണാൻ സാധിക്കുന്നത്. ദൈവത്തെ പറ്റിച്ച് കാശുണ്ടാക്കുന്ന ആൾക്കാരെയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ദൈവത്തിന് ആരുടെയും കാശ് വേണ്ട. ദൈവം ആഗ്രഹിക്കുന്നത് നല്ലത് തിരഞ്ഞെടുക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവം ആഗ്രഹിക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ നല്ല അംശം വേണം, നാം നല്ലത് തിരഞ്ഞെടുക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും. നമ്മുടെ ഹൃദയം തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ നല്ല അംശം ദൈവം ആഗ്രഹിക്കുന്നു. അത് ദൈവം ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ നാളുകളിൽ ദൈവത്തിന് നമ്മുടെ ഹൃദയത്തിനകത്ത് ഇരിക്കാനുള്ള നമ്മുടെ ഹൃദയത്തിനകത്തുള്ള പാപങ്ങളും നമ്മുടെ ദൈവത്തിന് വേണ്ടാത്ത സകല എല്ലാം പുറത്ത് കളഞ്ഞുകൊണ്ട് ദൈവത്തിന് പ്രസാദമുള്ളത് നമ്മുടെ ഹൃദയത്തിനകത്ത് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.